അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരടിമയെ ഇഷ്ടപ്പെട്ടാൽ ആ അടിമയുടെ കൈകാലുകൾക്കും കാഴ്ച കേൾവികൾക്കും അസാധാരണ കഴിവ് നൽകുന്നതാണ്. അവൻ്റെ ഇഷ്ടദാസന്മാരായ ചില പ്രത്യേക അടിമകളുടെ വാക്കുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നടപ്പാക്കുന്നു. ഈ ഹദീസിൻ്റെ നേർസാക്ഷ്യമായിരുന്നു മഹാനരായ ഷെയ്ഖുന സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. മടവൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകൾ ആയിരങ്ങൾക്ക് ജീവിതകാലത്തും അവിടുത്തെ വഫാത്തിന് ശേഷവും ആലംബമാണ്. ഇന്നും എത്രയോ ആളുകൾ ആ സന്നിധിയിലേക്ക് ഒഴുകിയെത്തുകയാണ്. എത്രയെത്ര സുഖം പ്രതീക്ഷിക്കാത്ത രോഗങ്ങളാണ് സി.എം. വലിയുല്ലാഹിയുടെ ഒരൊറ്റ വാക്കുകൊണ്ട് ഭേദമായത്, സുഖപ്പെട്ടത്. നിരാലംബരായ അശരണരായ എത്രയോ ആളുകൾ ആ മഹാൻ്റെ സന്നിധിയിൽ വച്ച് അത്ഭുതങ്ങളും കറാമത്തുകളും അനുഭവിച്ചവരാണ്. ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് അവരിൽ പലരും. സി.എം. വലിയുല്ലാഹി തികഞ്ഞൊരു ആലിമുമായിരുന്നു. മഹാനവറുകൾ നാമൊക്കെ പള്ളി ദർസിൽ ഓതിപ്പടിച്ചതുപോലെ ദീർഘകാലം പള്ളി ദർസിൽ ഓതിപ്പടിക്കുകയും 1957 പ്രസിദ്ധമായ വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിൽ നിന്ന് ഉന്നത മാർക്കോടുകൂടെ ഉപരിപഠനം പൂർത്തീകരിച്ച് ഡിഗ്രി എടുത്ത് നാട്ടിൽ വന്ന് തൻ്റെ പ്രിയപ്പെട്ട പിതാവും പിതാമഹനും സേവനം ചെയ്ത മഹല്ലു പള്ളിയിൽ തന്നെ മുതഅല്ലിമീങ്ങൾക്ക് ഇൽമു പറഞ്ഞുകൊടുത്ത് മുദർരിസായി സേവനം ചെയ്തിരുന്നവരായിരുന്നു. ശരീഅത്തിൻ്റെയും ഹഖീഖത്തിൻ്റെയും ത്വരീഖത്തിൻ്റെയും മേഖലകളിൽ ഉന്നതമായ സ്ഥാനത്ത് വിരാജിക്കുന്ന മഹാനരായ ഷെയ്ഖ് സി.എം. വലിയുല്ലാഹിയെ തേടി ഇന്നും ആയിരങ്ങൾ ആ സന്നിധിയിലേക്ക് ഒഴുകുകയാണ്. മഹാനരായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഒരിക്കൽ അവിടുത്തെ സംസാരത്തിനിടയിൽ ഇങ്ങനെ പറയുന്നുണ്ട്: എനിക്കൊരു വലിയ രോഗമുണ്ടായിരുന്നു, ഞാനത് കാരണം വലിയ പ്രയാസത്തിലുമായിരുന്നു. സി.എം. വലിയുല്ലാഹി ഒരിക്കലൊരു സ്റ്റേജിലിരുന്ന് ഇനി അത് വേണ്ട എന്ന് പറയുകയും ഷെയ്ഖുന സുൽത്താനുൽ ഉലമ അത് ഓർത്തെടുക്കുന്നുണ്ട്. രോഗം ഷിഫയാകട്ടെ എന്ന് പറഞ്ഞ് ദുആ ചെയ്തിട്ട് പോലുമില്ല. ഇനി ആ രോഗം വേണ്ട എന്ന് പറഞ്ഞപ്പോഴേക്ക് പിറ്റേ ദിവസം മുതൽ ആ രോഗം മഹാനരായ സുൽത്താനുൽ ഉലമയ്ക്ക് ഇല്ല എന്നുള്ളത് ഇന്നും ജീവിച്ചിരിക്കുന്ന ഉസ്താദ് അവർകൾ പറയുന്ന അനുഭവം നമുക്ക് കേൾക്കാവുന്നതാണ്. വിവാഹം കഴിഞ്ഞു വർഷങ്ങളായി മക്കളില്ലാതെ പ്രയാസപ്പെട്ടിരുന്ന ആധുനിക മെഡിക്കൽ സയൻസിന് ഒരിക്കലും മക്കളുണ്ടാകില്ലെന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്ത എത്രയോ ആളുകൾക്ക് മഹാനരായ സി.എം. വലിയുല്ലാഹിയുടെ ഒരൊറ്റ വാക്കുകൊണ്ട് മക്കളുണ്ടായ അനുഭവമുണ്ട്. ഈ വിനീതൻ തന്നെ സേവനം ചെയ്തിരുന്ന വയനാട് ജില്ലയിലെ പള്ളിക്ക് തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു കുടുംബം ഇതിന് അനുഭവമാണ്. അവർ എന്നോട് നേരിട്ട് പറഞ്ഞതുമാണ് ഈ വിഷയം. മഹാനവറുകളെ പ്രസവിക്കപ്പെട്ട സ്ഥലത്തും മഖാം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തും മഹാനവറുകൾ സുജൂദ് ചെയ്തിരുന്നു. അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെയാണ് എൻ്റെ ഖബർ എന്ന്